ബദരീങ്ങളെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ എന്നിങ്ങനെ വിഷമഘട്ടങ്ങളിലും പ്രയാസമുണ്ടാകുമ്പോഴും ബദരീങ്ങളെ വിളിച്ച് സഹായം തേടുന്ന ആളുകളെ, അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ പരിശുദ്ധ റമളാൻ മാസത്തിൽ റമളാൻ 17 ബദർ യുദ്ധം നടന്ന ദിവസം ആ ബദരീങ്ങളുടെ ആണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പല നിലക്കുമുള്ള ആചാരങ്ങൾ ചെയ്യുകയും അതിലും ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അവരോട് ഈ നിലക്ക് സഹായം തേടുന്ന കാര്യങ്ങളൊക്കെ പറയുന്ന പാടുന്ന ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ നമുക്ക് പറയാനുള്ളത്, ബദരീങ്ങളെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ വിഷമഘട്ടങ്ങളിലും മറ്റുമൊക്കെ ബദരീങ്ങളെ ബദരീങ്ങളെ എന്ന് വിളിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും അവർ യഥാർത്ഥത്തിൽ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത് ഷഹീദായവരും അല്ലാത്തവരുമായ ആളുകൾ, അഹ്ലു ബദറിലെ ആളുകൾ, ബദറിൽ പങ്കെടുത്ത ആളുകൾ, അവരെ പരിഹസിക്കുകയും അപമാനിക്കുകയുമാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ബദർ യുദ്ധം ഉണ്ടാവാനുള്ള കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും അള്ളാഹുവിനോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല, അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിലല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളുമൊക്കെ മക്കയിലുള്ള ആളുകൾക്ക് വളരെ പ്രിയപ്പെട്ടവരായിരുന്നു. പക്ഷേ അവരെ നാട്ടിൽ നിന്ന് പുറത്താക്കിയതും അവരോട് യുദ്ധത്തിന് വേണ്ടി അവർ ഒരുങ്ങി വന്നതുമൊക്കെ ഈ ഒരു കാര്യം പറഞ്ഞതിൻ്റെ പേരിലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല, അള്ളാഹുവിനോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന മഹത്തായ തത്വം ഇതവർ പ്രഖ്യാപിച്ചു. കാരണം അതിനു മുമ്പ് അവർ ഈ പറഞ്ഞ രൂപത്തിൽ മരണപ്പെട്ടു പോയ ആളുകളെയൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരായിരുന്നു. ഇബ്രാഹിം നബിയെ, ഇസ്മായിൽ നബിയെ, അതേപോലെ തന്നെ ലാത്ത, ഉസ്സ തുടങ്ങിയ ആളുകളെ, അവരിൽ പലരും നല്ല മനുഷ്യരായിരുന്നു. ഇങ്ങനെ മരണപ്പെട്ടു പോയ അമ്പിയാക്കളെയും മഹാന്മാരെയും ഒക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരായിരുന്നു അവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതൊന്നും പാടില്ല, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം, അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത്. വഖാല റബ്ബുക്കും ഉദ്ഉനി, നിങ്ങളുടെ റബ്ബ് പറയുന്നു, നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. ഖുൽ, നബിയെ പറയണം, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ. അപ്പോൾ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമാണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പഠിപ്പിച്ചത്. അങ്ങനെ അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പൊരുൾ വിഷമഘട്ടങ്ങളിൽ അള്ളാഹുവിനെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. സൂറത്തുൻ നംലിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ആരാണ് ഇലാഹാവേണ്ടത്, അല്ലെങ്കിൽ ആരാണ് ഇലാഹ് എന്ന് പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല മനസ്സിലാക്കി തരുന്നത്, അമ്മൻ യുജീബുൽ മുദ്തറ ഇദാ ദഅ, വിഷമഘട്ടത്തിൽ അകപ്പെട്ട ഒരാൾ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും വയക്ഷിഫു സൂ, അവരുടെ ആ പ്രയാസത്തെ നീക്കുകയും ചെയ്യുന്നവൻ ആരാണ്? വയജഅലുകും ഖുലഫാ അൽ അർദ്, നിങ്ങളെ ഭൂമിയിൽ ഖലീഫമാരാക്കുന്നതും ആരാണ്? ആ ഇലാഹും മഅല്ലാഹ്, അള്ളാഹുവിൻ്റെ കൂടെ വേറെ ഇലാഹുണ്ടോ? അപ്പോൾ ഇലാഹ് എന്ന് പറഞ്ഞാൽ വിഷമഘട്ടങ്ങളിൽ വിളിക്കപ്പെടേണ്ടവനാണ് ഇലാഹ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തി വിഷമം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ, പ്രയാസമുണ്ടാകുമ്പോൾ, വീട് കത്തുമ്പോൾ, ഈ അടുത്തൊരു വീഡിയോ കാണാൻ സാധിച്ചു, ഒരു വീട് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ബദരീങ്ങളെ ബദരീങ്ങളെ എന്ന് വിളിക്കും. അത് ഒരു പുതിയ കാര്യമൊന്നുമല്ല. എന്തൊരു വിഷയം വന്നാലും, ഒന്ന് വീഴാൻ പോയാൽ പോലും പലരുടെയും വീടുകളിലുള്ള ആളുകൾ, പ്രത്യേകിച്ചും കാരണവന്മാരോ അതല്ലെങ്കിൽ പ്രായം ചെന്ന ആളുകളൊക്കെ പണ്ടേ പഠിപ്പിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തൊരു പ്രയാസം ഉണ്ടായാലും ബദരീങ്ങളെ എന്ന് വിളിക്കുന്നത് കാണാം. അത് അവരുടെ മനസ്സിൽ ഊട്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ വിഷമസന്ധിയിൽ അകപ്പെട്ടാൽ ആരോടാണോ വിളിച്ച് സഹായം തേടുന്നത് അവർക്കാണ് ഇലാഹ് എന്ന് പറയുന്നത്. അത് അള്ളാഹുവിനെ വിളിച്ചാൽ അള്ളാഹുവിനെ ഇലാഹാക്കലായി, അത് ബദരീങ്ങളെ വിളിച്ചാൽ ബദരീങ്ങളെ ഇലാഹാക്കലായി. അതേപോലെ തന്നെ അത് മമ്പറത്തെ തങ്ങളെ വിളിച്ചാൽ മമ്പറത്തെ തങ്ങളെ ഇലാഹാക്കലായി, അത് സി എം മടവൂരിനെ വിളിച്ചാൽ സി എം മടവൂരിനെ ഇലാഹാക്കലായി. അപ്പോൾ അള്ളാഹു പറയുന്നത് അമ്മൻ യുജീബുൽ മുദ്തറ ഇദാ ദഅ, വിഷമസന്ധിയിൽ അകപ്പെട്ടവനെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന, വയക്ഷിഫു സൂ, അവരുടെ പ്രയാസം നീക്കുന്നവൻ ആരാണ്? ഇലാഹും മഅല്ലാഹ്, അള്ളാഹുവിൻ്റെ കൂടെ വേറെ ഇലാഹുണ്ടോ എന്ന് പറഞ്ഞാൽ വിഷമഘട്ടത്തിൽ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അതിന് ഉത്തരം നൽകാൻ അള്ളാഹു അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നാണ്. ഉണ്ടെങ്കിൽ അവരെ അള്ളാഹുവിന് പുറമെ ഇലാഹാക്കുന്ന പണിയാണ് എടുക്കുന്നത്. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്ന് പറഞ്ഞാൽ വിഷമഘട്ടങ്ങളിൽ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ അള്ളാഹു അല്ലാതെ വേറെ ആരുമില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അമ്പിയാക്കളോ ഔലിയാക്കളോ അതിൽ നിന്ന് അപവാദമായിരുന്നെങ്കിൽ അള്ളാഹു അത് പഠിപ്പിക്കുമായിരുന്നു. നിങ്ങൾക്ക് വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ ശുഹദാക്കളെ വിളിച്ചോളൂ, സാലിഹ്യങ്ങളെ വിളിച്ചോളൂ, അമ്പിയാക്കളെ വിളിച്ചോളൂ എന്ന് നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ബദറിൽ യുദ്ധമുണ്ടായതും ബദറിൽ പല ആളുകളും ഷഹീദുകളായതും ബദർ ശുഹദാക്കളുണ്ടായതും ബദരീങ്ങളുണ്ടായതുമൊക്കെ ഈ ഒരു ആശയത്തിന് വേണ്ടിയാണ്, ഈ ഒരു ആദർശത്തിന് വേണ്ടിയാണ്. അള്ളാഹുവിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, സൃഷ്ടികൾ ആരെയും ഒരു വിഷമഘട്ടത്തിലും വിളിക്കാൻ പാടില്ല എന്നുള്ള ആദർശം.
എന്നിട്ട് ആ ബദരീങ്ങളുടെ പേര് തന്നെ പറഞ്ഞുകൊണ്ട് അവരെ വിളിക്കുന്ന അവസ്ഥ, അവരുടെ ആണ്ട് കഴിച്ചുകൊണ്ട് അവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അവരോട് ഇസ്തിഗാസ നടത്തുന്ന അവസ്ഥ എത്രമാത്രം ലജ്ജാകരമായ കാര്യമാണ്, ദുഃഖമുണ്ടാക്കുന്ന കാര്യമാണ്. അത് ബദരീങ്ങളെ യഥാർത്ഥത്തിൽ അപമാനിക്കുന്നതിന്, പരിഹസിക്കുന്നതിന്, കളിയാക്കുന്നതിന് തുല്യമല്ലേ? മാത്രമല്ല, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മക്കയിലെ മുശ്രിക്കുകൾ പോലും വിബൽ ഘട്ടങ്ങളിൽ അവർ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന ദൈവങ്ങളെ മറന്നുപോയിരുന്നു. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖുമാനിലും അതേപോലെ തന്നെ സൂറത്തുൽ അൻകബൂത്തിലുമൊക്കെ വ്യക്തമാക്കിയത്. അവർ കപ്പലിൽ കയറിയാൽ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, ഒരു പ്രയാസം വന്നാൽ മറ്റുള്ളവരെ എല്ലാം ഒഴിവാക്കി അവർ അള്ളാഹുവിനെ മാത്രമാണ് വിളിച്ചു പ്രാർത്ഥിച്ചത്. മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഒരു വലിയ വിഷമം വരുമ്പോൾ വതൻസൗന മാ തുശ്രികൂൻ, നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർത്തതിനെ നിങ്ങൾ മറന്നുപോകുന്നു, നിങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിച്ചതിനെ, ആരാധിച്ചതിനൊക്കെ നിങ്ങൾ മറന്നു പോവുകയാണ് വലിയ വിപത്തുകൾ വരുമ്പോൾ. എന്നാൽ വലിയ വിപത്ത് വരുന്ന സന്ദർഭത്തിൽ മക്കയിലെ മുശ്രിക്കുകൾ മറ്റെല്ലാം മറന്ന് അള്ളാഹുവിനെ വിളിക്കുന്നു. എന്നാൽ നമ്മുടെ നാടുകളിൽ പല ആളുകളും വലിയ വലിയ വിപത്തുകൾ വരുമ്പോഴും അള്ളാഹുവിനെ അല്ല ഓർക്കുന്നത്, ബദരീങ്ങളെ, മമ്പർത്ത തങ്ങളെ, CMA തുടങ്ങി ഇതേപോലുള്ള ആളുകളെയാണ് വിളിക്കുന്നത്. കാരണം അത്രമാത്രം അള്ളാഹു അല്ലാത്തവരെ വിളിക്കുക, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക എന്നുള്ള ആ ഗൗരവമേറിയ ഷിർക്കിൻ്റെ ആദർശം അവരുടെ മനസ്സിൽ ഊട്ടപ്പെട്ടിരിക്കുന്നു. അതിന് പല നിലക്കും ഇത് പ്രചരിപ്പിക്കുന്ന ആളുകൾ അവരെ പ്രേരിപ്പിക്കുകയും പരിശുദ്ധ ഖുർആനും ഹദീസുകളും എല്ലാം ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അവർ ജനങ്ങളുടെ മനസ്സിൽ അമ്പിയാക്കളെയും മൗലിയാക്കളെയും മഹത്തുക്കളെയുമാണ് വിളിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിരന്തരമായ പ്രഭാഷണങ്ങളിലൂടെയും മറ്റും ജനങ്ങളുടെ മനസ്സുകളിൽ അള്ളാഹു അല്ലാത്തവരെ പ്രതിഷ്ഠിച്ച് വിഷമഘട്ടങ്ങളിലും മറ്റും അവരോട് വിളിച്ച് തേടാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പണ്ഡിത വേഷധാരികളായ ആളുകൾ നമ്മുടെ നാടുകളിൽ മെനക്കെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ വലിയ സങ്കടമുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ജനങ്ങളെ ഒരിക്കലും ഒരു വിഷമഘട്ടത്തിലും അള്ളാഹുവിനോടല്ലാതെ വേറെ ആരോടും പ്രാർത്ഥിക്കരുത്, ഒരു സൃഷ്ടിയോടും പ്രാർത്ഥിക്കരുത്. ബദരീങ്ങളെ, മമ്പർത്തങ്ങളെ തുടങ്ങിയ വിളികളൊക്കെ യഥാർത്ഥത്തിൽ ഷിർക്കാണ്, തൗഹീദിനെതിരാണ്. ബദരീങ്ങളെ കാക്കണേ എന്ന് പറയുന്നവർ ബദരീങ്ങളെ യഥാർത്ഥത്തിൽ കളിയാക്കുകയും അപമാനിക്കുകയുമാണ് ചെയ്യുന്നത് എന്ന് തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിന് ദിശാബോധം നൽകുമാറാകട്ടെ.